പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ മനുഷ്യത്വ വിരുദ്ധവും മാനവിക മൂല്യങ്ങൾക്കെതിരുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിങ്ങനെ വീഡിയോയിലൂടെ പരസ്യമായി വിമർശിക്കുന്നത് എന്ന്. ഞാൻ അവരോടെല്ലാവരോടും പറയാറുള്ള മറുപടി നിങ്ങളുമായും പങ്കുവെക്കുകയാണ്. അത് പങ്കുവെക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ എൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ട ജീവിതത്തിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിച്ച് തീർത്തിട്ടുണ്ട്. ഇതെല്ലാം അനുഭവിച്ചത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിന്നിരുന്ന ആളുകളിൽ നിന്നാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. സ്റ്റേജിലും പേജിലും ഒക്കെ വിളമ്പുന്ന ശാന്തിയും സമാധാനവും ഒന്നും പ്രാക്ടിക്കൽ ലൈഫിൽ ഇത്തരക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കാതിരിക്കുകയും നമ്മുടെ ദുനിയാവിലെ ജീവിതം ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സഹിക്കാവുന്നതിൻ്റെയും ക്ഷമിക്കാവുന്നതിൻ്റെയും ഒക്കെ മാക്സിമം ലെവലും കഴിയുമ്പോൾ ഏതൊരു മനുഷ്യനും പ്രതികരിച്ചു പോകും എന്നുള്ളത് സ്വാഭാവികമാണ്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാം വിമർശകരായിട്ടുള്ള ആളുകളിലധികവും ഇത്തരത്തിൽ സഹിക്കാവുന്നതിൻ്റെയും ക്ഷമിക്കാവുന്നതിൻ്റെയും അവസാന പടിയും കടന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശന രംഗത്തേക്ക് ഇറങ്ങിയത് എന്ന് അവരുടെ പേഴ്സണൽ ലൈഫ് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇസ്ലാമിസ്റ്റുകളായ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവം വെച്ചിട്ടാണോ ഇസ്ലാമിനെ വിലയിരുത്തുന്നത്? ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വിമർശിക്കേണ്ടത്? നിങ്ങളുടെ പേഴ്സണൽ പോയിന്റ് വ്യൂവിൽ നിന്നിട്ട് വിമർശിക്കുന്നത് അനീതിയല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവരോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയും പറയാനുള്ളത്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ മുൻഗാമികളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന ചരിത്രം ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. പിന്നെ അത് മറച്ച് വെച്ച് പുട്ടിയടിച്ചിട്ട് ഇതിനെ വെളുപ്പിച്ചെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ നേടണം എന്ന ആഗ്രഹമുള്ള ആളുകൾ അത് തുടർന്നു കൊണ്ടിരിക്കും. കാരണം അവരുടെ ജീവിതോപാധി അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും അത് കൊടും ചതിയും വഞ്ചനയും വിശ്വാസികളെ പറ്റിക്കലാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട്, വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ, വിശ്വാസികളോട് വഞ്ചന കാണിക്കാതെ മനസ്സിലായ ഹക്ക് വെട്ടിത്തുറന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്. ഇത് സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം പ്രകൃത്യാ മനുഷ്യനിലുള്ള സ്നേഹം, ദയ, കാരുണ്യം, സഹാനുഭൂതി, സഹൃദയത്വം പോലെയുള്ള നന്മകളെ കെടുത്തിക്കളയുന്ന തരത്തിലാണ് പല മതനിയമങ്ങളും നിലനിൽക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകൾ ഈ മതം എന്താണെന്ന് ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്ന പോയിന്റുകൾ കേവലം ഒരു മതവിമർശനമായിട്ടൊക്കെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ, ഒരു ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചാൽ, അത് ആ പറയുന്ന വിമർശനം ആ പറയുന്ന ആളെ നിങ്ങൾ വിട്ടേക്കൂ. ആ പറഞ്ഞ കാര്യം പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയുണ്ടോ, അങ്ങനെ ഒരു ആയത്തുണ്ടോ, അതിൻ്റെ അർത്ഥം അങ്ങനെയാണോ, സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ, അതിൻ്റെ അർത്ഥം അങ്ങനെയാണോ എന്ന് നിങ്ങൾക്ക് നൽകപ്പെട്ട വിശേഷ ബുദ്ധിയില്ലേ? അത് ആരുടെയും അടുത്ത് പണയം വെക്കാതെ സ്വതന്ത്രമായി ചിന്തിച്ച് അതിൻ്റെ വസ്തുത എന്താണെന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ വിശ്വാസികൾ അതിന് ശ്രമിക്കില്ല. അവരത് ശ്രമിക്കാത്തതിൻ്റെ മറ്റൊരു റീസൺ, ഇതേ പണ്ഡിത പുരോഹിതന്മാർ അവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുന്നത് ഒരായത്താണെങ്കിലും ഒരു ഹദീസാണെങ്കിലും അത് മുൻഗാമികൾ എങ്ങനെ വ്യാഖ്യാനിച്ചോ അതുപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങൽ മാത്രമേ ഉള്ളൂ. ചിന്തകൾക്ക് പരിമിതിയുണ്ട്. നമ്മളങ്ങനെ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് ചിന്തിക്കുക എന്നതിനപ്പുറത്തേക്ക് ബൗണ്ടറിയുടെ അപ്പുറത്ത് കടന്ന് വിശാലമായി ചിന്തിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നാണ് പാവം വിശ്വാസികളെ പറഞ്ഞ് പേടിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇവർ സ്വതന്ത്രമായി ഇതിൻ്റെ ഹക്കും ബാത്തിലും വേർതിരിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി ഹക്ക് കണ്ടെത്തി അത് സ്വീകരിച്ച് നല്ലൊരു വ്യക്തിയായി ഭൂമിയിൽ ജീവിക്കാൻ ഈ വിശ്വാസികൾക്ക് എങ്ങനെയാണ് പിന്നെ കഴിയുക? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളായി നിലനിൽക്കുന്നുണ്ട്.
ഇത്തരം കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവ പാഠങ്ങളിലൂടെ ഞാൻ പഠിച്ചു മനസ്സിലാക്കിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോകൾക്കടിയിൽ വന്നിട്ട് തെറി വിളിക്കുന്നവരുണ്ടാവും, മാതാപിതാക്കളെ അവഹേളിക്കുന്നവരുണ്ടാവും, വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ ലൈഫിലുണ്ടായ ദുരനുഭവങ്ങളെ ഹക്ക് ഇന്നതാണെന്ന് ബോധ്യപ്പെട്ട ആളുകൾ തന്നെ ഞാൻ ഇതിങ്ങനെ വിമർശിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അതുവരെ ഹക്കിനോടൊപ്പം നിന്ന ആളുകൾ തന്നെ നേരെ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥയും എനിക്കെതിരെ സംസാരിക്കുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും നന്മയും തിന്മയുമായ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മോക്ഷം ഉണ്ടാകുമെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയായിട്ട് കൂടെ എന്നെ ഇത്തരത്തിൽ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അവിശ്വാസിയായാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. മനുഷ്യനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി നിലനിർത്താൻ കഴിയുന്ന ഒരു ചട്ടമ്പി സംഭവമായിട്ട് മതങ്ങൾ മാറിയ ഒരു ദയനീയ സാഹചര്യമാണ് ഇന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ ഒരു വിശ്വാസിക്ക് കഴിഞ്ഞാൽ അവൻ്റെ ലൈഫ് സക്സസ്ഫുള്ളാണ്. അത് എത്ര ഭീഷണികൾക്ക് മുമ്പിലും തല ഉയർത്തി നിൽക്കാൻ അവന് കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനിയുള്ള കാലഘട്ടം അങ്ങനെയുള്ളവരുടേതും കൂടിയാണ് എന്ന ഹക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. നമുക്ക് ബോധ്യപ്പെട്ട ഒരു ഹക്ക് അപരന് വിഷമവും അപരൻ്റെ ജീവിതത്തെ തകർക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്കൊന്നും എത്തിക്കാതെ നമുക്കത് നിഷ്കളങ്കമായി തുറന്നു പറയാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിലൂടെയാണ് നമ്മൾ സത്യസന്ധനാകുന്നത്. നമ്മളറിഞ്ഞ ഹക്ക് നമ്മൾ മൂടി വെച്ചുകൊണ്ട് കപടനായി ജീവിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണമല്ല എന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ ക്രമീകരിക്കുക. എല്ലാ നന്മകൾക്കും വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ സംസാരം നിർത്തുന്നു. താങ്ക് യു.